ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയൻ കാലടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 4 മാസത്തിലേറെ കുടിശ്ശിക വരുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ കാലടി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സോഫി വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൊഴിലിടങ്ങളിൽ ടാഗിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയതും തൊഴിലാളികളുടെ ഹാജർ ദിവസം 2 നേരം എടുക്കുന്നതിന് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയതും ഈ മേഖലയെ തളർത്തിയതായി യൂണിയൻ ഏരിയ സെക്രട്ടറി MT വർഗീസ് പറഞ്ഞു. മുൻ വർഷങ്ങളിൽ 10 കോടി തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് അനുവദിച്ചിരുന്നത് 6.5 കോടിയായി കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത് ആശങ്കാജനകമാണ്. നിലവിൽ 864 കോടി രൂപ തൊഴിലാളികളുടെ കൂലിയും മെറ്റീരിയൽ വർക്കുകളുടെ തുകയുമായി കേരളത്തിന് മാത്രം ലഭിക്കാനുണ്ട്. 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് വിഹിതം വെട്ടിക്കുറച്ചത് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നും പദ്ധതി നടത്തിപ്പിൽ ഒന്നാമതായ കേരളത്തിൽ നാമമാത്രമായ കൂലി വർധനവ് നടത്തിയ കേന്ദ്ര നടപടി വിവേചനപരമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായ സിജോ ചോവരാൻ പറഞ്ഞു. CPIM കാലടി ലോക്കൽ സെക്രട്ടറി KT ബേബി, KSKTU ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് MB പ്രദീപ്, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും മലയാറ്റൂർ പഞ്ചായത്ത് മെമ്പറുമായ PJ ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ CV സജേഷ്, സരിത ബൈജു, സ്മിത ബിജു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി ബിന്ദു ബാബു, ഉഷാ ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.